1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. 15/1/2026 മുതൽ 12/2/26 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്ത നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂറ്. ശത്രുവിജയം ഉണ്ടാകാം, അതായത് ശത്രുക്കൾ ശല്യം ചെയ്ത് നിർത്തിവെക്കാം. നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയാം. നിങ്ങളുടെ ബാങ്ക് കടങ്ങളും മറ്റുള്ള കടങ്ങളും കുറേയെങ്കിലും നിങ്ങൾക്ക് ഈ മാസം അടയ്ക്കാൻ സാധിക്കും. ചില രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നു. ജീവിതത്തിൽ ചില പുരോഗതികളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില പുരോഗതികൾ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ധനനേട്ടം പ്രതീക്ഷിക്കാം. ദുർജനങ്ങളുടെ സംസർഗം നിമിത്തമുണ്ടായ ചില ദോഷങ്ങളും ഈ മാസം പരിഹരിക്കപ്പെടും. ബന്ധുക്കൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാം നിങ്ങളെക്കൊണ്ട്. ചിലർക്ക് സന്താനഭാഗ്യം ഉണ്ടാകാം. കാര്യങ്ങളെല്ലാം ഒരുവിധം ശരിയായിട്ട് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ മകരമാസം കന്നിക്കൂറുകാർക്ക്. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം, അതായത് ചില ഗ്രഹങ്ങളുടെ മോശം സ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ ഉള്ള മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ഥാനഭ്രംശം, അതായത് ചിലർക്ക് ഒരു ഡിമോഷൻ പോലെ വരാം. അതായത് തരം താഴ്ത്തൽ ഉണ്ടാകാം തസ്തികയിൽ നിന്ന്, അല്ലെങ്കിൽ സസ്പെൻഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചില കർമ്മങ്ങൾക്ക് തടസ്സം ആദ്യം വരുമെങ്കിലും പിന്നീട് അതെല്ലാം മാറിക്കിട്ടും. ദൂരദേശത്തേക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നു. മനസ്സിന് ചില വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ ഉണ്ടാകാം, അത് നിയന്ത്രിക്കുക. ബന്ധുക്കളാരെങ്കിലും, ഉറ്റ ബന്ധുക്കളോ സുഹൃത്തുക്കളാരെങ്കിലും മരണപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കാരണം വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലുകൾ ഒടിയാൻ, അതുവഴി സർജറിയൊക്കെ നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദാമ്പത്യ കലഹം ഉണ്ടാകാനും യാത്രാ ദുരിതം, അപവാദം എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഓരോ നക്ഷത്രത്തിനെയും വേർതിരിച്ചാണ് പറയുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ഉള്ള കാര്യമാണ്, ഉഷ നക്ഷത്രക്കാർക്കുള്ള കാര്യമാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാണ്. കുടുംബത്തിൽ ധനം, വസ്തുവകകൾ, വീട് എന്നിവയെല്ലാം ഉണ്ടാകാം. പാർട്ടീഷൻ മൂലം കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയപ്രയത്നത്താൽ ഒക്കെ വാങ്ങുകയോ ചെയ്യാമെന്നുള്ള ഒരു സമയമാണ്. അതായത് ഈ 10 വയസ്സുള്ള കുട്ടിക്കുള്ള അല്ല ഞാൻ പറഞ്ഞത്, രക്ഷകർത്താക്കൾക്ക് കിട്ടും എന്നുള്ളതാണ് ആ പറയുന്നത്. ശ്വാസം മുട്ടൽ, അലർജി എന്നിവ രോഗങ്ങൾ ഈ കുട്ടിക്കുണ്ടാകാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരാം. ചെയ്യാത്ത തെറ്റുകൾക്ക് പരാതി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. ബുദ്ധിയും യുക്തിയും ചേർന്ന് ആലോചിച്ച് വേണം കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട്. പല ആപത്തുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതുപോലെ 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച അപമാനം, ദുരിതം, കഷ്ടപ്പാടുകൾ എല്ലാത്തിനും പരിഹാരമായി നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ആലോചനാശേഷി വരുന്നു, ബുദ്ധിക്ക് സ്ഥിരത വരുന്ന ഒരു സമയമാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്കുള്ളതാണ്. വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. അപമാനം, മാനഹാനി എന്നിവ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം പ്രവൃത്തികളിൽ പങ്കാളികളാകാതിരിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള ഒരു പരിഹാരം. ഇണയുടെ മരണം, ദമ്പതിമാരാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. ചില രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിലും അതിനൊക്കെ നല്ല ചികിത്സ ലഭിക്കുന്നു. അതുപോലെ ധനവും ധാന്യങ്ങളെല്ലാം ധാരാളം കിട്ടുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതിസാരം പോലുള്ള, അതായത് ദഹനക്കേട് നിമിത്തമൊക്കെയുള്ള ചില അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. മരണഭയം വരാനും സാധ്യത കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാരുടെയാണ് അടുത്ത് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി നടക്കാനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾ ശല്യപ്പെടുത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ശ്വാസം മുട്ടൽ, അലർജി, കഫം എന്നിവ മൂലമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ രക്തത്തിൽ അണുബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അച്ഛനും അമ്മയും കൂടി
ഈ സമയത്ത് പിരിയാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള അത്ത നക്ഷത്രക്കാർക്ക് ദൈവീകമായ പല കാര്യങ്ങളും അവർക്ക് തുണയായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിന് മുടക്കം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പൂജാ കാര്യങ്ങളൊക്കെ മുടങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തനിക്കും ബന്ധുക്കൾക്കൊക്കെ ആപത്ത് വരാം. ഈ കുട്ടിക്കും ബന്ധുക്കൾക്കൊക്കെ ആപത്ത് വരേണ്ട ഒരു സമയമാണ്. അതുപോലെ എല്ലാവരുമായിട്ട് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരൊരു കലഹം വരാം. അശ്രദ്ധ കാട്ടിയാൽ കോടതി കേസുകൾ, പോലീസ് പരാതികളൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. എങ്കിലും ശ്രദ്ധിച്ചാൽ വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല രീതിയിലും അവർക്ക് ഈ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, കേസുകളുണ്ടാവേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ ഒരു ജാഗ്രത പാലിച്ച് നല്ല രീതിയിൽ പോകാനാണെങ്കിൽ, അതായത് രക്ഷകർത്താക്കൾ ആ കുട്ടികളെ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഈ 26 വയസ്സ് വരെ തടസ്സപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പോലീസ് കേസ്, ചീത്ത കൂട്ടുകെട്ടുകളുള്ള ദോഷങ്ങൾ എല്ലാം വരാൻ സാധ്യതയുള്ളതിനാൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അപമാനത്തിനെല്ലാം ഒരു പരിഹാരമുണ്ടായി. ഈ നല്ലൊരു കാലഘട്ടമാണ് അവർക്ക് വരുന്നത്. നല്ല വിദ്യാഭ്യാസം കിട്ടിയവർക്ക് നല്ല ധനവും ഐശ്വര്യവും എല്ലാം കിട്ടുന്നു. അതുപോലെ തന്നെ ഇണയെ കണ്ടുപിടിച്ച് നല്ലൊരു ഇണയെ കണ്ടെത്താനും വിവാഹം നടത്തുവാനും അവർക്ക് സാധിക്കുന്നു. പൊതുപ്രവർത്തകനാണ് നിങ്ങളെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ ഭാവി നിങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും നല്ല ഒരു ജനസേവകനാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. മിത്രങ്ങളും ഉറ്റമിത്രങ്ങളും ശത്രുക്കളായി വരാം. വാതരോഗം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. ഐശ്വര്യമുണ്ടാകാം, വാഹനങ്ങളുണ്ടാവാം, മനസ്സമാധാനമുണ്ടാകാം. ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും ഒരു സുഖചികിത്സ ഈ സമയം നടത്തുന്നത് നല്ലതായിരിക്കും. അടുത്ത ചിത്ര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ കോമ സ്റ്റേജിൽ പോവുകയോ ചെയ്യേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനെയും ഭയം വരാം. അതുപോലെ ഏതിനെയും ഭയം വരാം. നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് സ്ഥലം മാറിപ്പോകുന്നതിന്, അവിടെ ചെന്ന് സ്ഥിരതാമസമാക്കുന്നതിന് അന്യദേശത്ത് ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ചിലർക്ക് ലഭിക്കാം. ചില നക്ഷത്രക്കാർക്ക് അവർക്ക് ഈ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും മികച്ച തൊഴിൽ അവർക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക മികവും അന്തസ്സുമുള്ളൊരു ജീവിതം അവർക്ക് ലഭ്യമാവാം. അതുപോലെ തന്നെ വിവാഹവും സന്താന ഭാഗ്യങ്ങളും ഉണ്ടാകുന്നതിന് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട്. നല്ല മിത്രങ്ങളും അവർക്ക് ലഭ്യമാകാം. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതായത് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു പഴി കേൾക്കേണ്ടി വരാം. അതുപോലെ തന്നെ പോലീസ് പരാതി, കോടതി കേസുകൾ അതുമൂലം ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഇണയിൽ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാനോ ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ പലരും തെറ്റിദ്ധാരണ മൂലം അകലുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറി താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുള്ളവർക്ക് അതെല്ലാം ആശ്വാസം ലഭിക്കുന്നു, മനഃശാന്തി ലഭിക്കുന്നു. ചെറിയ രോഗങ്ങൾ മാത്രം ഉണ്ടാകാവുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഈ കാലയളവിൽ കാണുന്നില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും രോഗങ്ങൾ അതായത് കൊച്ചുമക്കൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങളിൽ അത് യഥാർത്ഥ നല്ല രീതിയിൽ ഉള്ള നിക്ഷേപങ്ങൾ കാലപൂർത്തിയായാൽ തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനിടയിൽ വെച്ച് നിക്ഷേപങ്ങൾ തിരിച്ചു വാങ്ങുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ അത് ചിലത് കിട്ടുന്നതിന് തടസ്സങ്ങൾ കാണുന്നു. അതായത് ചില കേന്ദ്രങ്ങളിൽ നിക്ഷേപിച്ചാൽ അതൊന്നും തിരികെ ലഭിക്കാനായിട്ടുള്ള തടസ്സങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്.
കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.